Good morning. Good morning. Good morning, ma'am. In class, Good morning, ma'am. class Good time. morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Morning. Okay, we can address your concerns after the prayer and all the activities. Please. Who is going to do prayer? Yes, ma'am. Good morning, ma'am. Good morning, all. I am Tasni from Ernakulam. കരുണാമയനേ കാവൽ വിളക്കേ കനിവിന്നാളമേ കരുണാമയനേ കാവൽ വിളക്കേ കനിവിന്നാളമേ അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ അഭയം നൽകണേ കരുണാമയനേ കാവൽ വിളക്കേ കനിവിന്നാളമേ ജ്ഞാനത്തിൻ കേദാരമാകും വേദമേ ഞങ്ങൾക്ക് സ്നേഹരൂപനാം നിന്നെ നമിക്കുവാൻ താഴ്മയുള്ള ഭാവം ആത്മഹേതുവിൽ വിലോലം മേഘമൂലമായി കരോടം ആത്മഹേതുവിൽ വിലോലം നിത്യനായ ദൈവമേ കാത്തിടേണമേ കരുണാമയനേ കാവൽ വിളക്കേ കനിവിന്നാളമേ കരുണാമയനേ കാവൽ വിളക്കേ കനിവിന്നാളമേ. താങ്ക് യു മാം. ഞാൻ ഇടയ്ക്ക് ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി. ആക്ച്വലി ഞാൻ വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ആവുമെന്ന് വിചാരിച്ചു. ഐ വാസ് ഓപ്പണിംഗ് മൈ ഐസ്. ഓക്കെ, വെരി നൈസ്. ആൻഡ് വാട്ട്സ് നെക്സ്റ്റ്? What's your name? Okay. Hi, good morning. Good morning, ma'am. Good morning, all. I am Reja from Idukki. Dream is not that you see in sleep. Dream is something that does not let you sleep. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. APJ അബ്ദുൽ കലാം. ഓക്കെ, എപ്പോഴും നമ്മള് ചെവിയിലൊക്കെ മുഴങ്ങുന്ന ഒരു കോഴ്സ് ആണ് APJ സാറിന്റെ. ഓക്കെ, വെരി ഗുഡ്. വാട്ട്സ് നെക്സ്റ്റ്? ആൻഡ് വൈ യു പീപ്പിൾ ആർ നോട്ട് യൂസിംഗ് ദ സൈൻ ഇൻ ആൻഡ് സൈൻ ഔട്ട്? നിങ്ങൾ എന്താ സൈൻ ഇൻ? Good morning, ma'am. ഗുഡ് മോർണിംഗ്. Sign in ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ചെറിയൊരു മെസ്സേജ് കുറച്ച് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സോങ് ആണ് കേട്ടോ. Friendship. Friends are like the sunshine on a rainy day. Friendship is a gift of God. They make life happy and fun. Friendship means sharing, caring, and laughing together. When we have friends, we don't feel alone. We play games, tell stories, and help each other when we need it. Friends are like a big warm hug that makes us feel so special. We should always be kind to our friends and listen to them. If someone is sad, we can cheer them close because friendship makes life colorful and joy. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി എടുത്തപ്പം കുറെ പാട്ടൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പൊ ആദ്യം തന്നെ മനസ്സിൽ ഓടി വന്നു ഇവിടെ ഒരു NC ബാച്ചിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കുറച്ച് പാട്ടിന്റെ കുറച്ച് ലൈൻസ്. പങ്കുവെട്ടി ഹൃദയവാതിൽ നാം തുറന്നേ പതിയെ നമ്മൾ തമ്മിലേതോ പുതിയ ഭാവം കണ്ടറിഞ്ഞേ നൂലിൽ ദൈവം കോർത്തു നമ്മെ എന്നും ഒന്നായി ഒന്നായി ചേർന്നിരിക്കാൻ ദൂരെ ആകാശത്തണലിൽ തമ്മിച്ചിരിക്കാം ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം.
സ്വർഗങ്ങളെ സ്വന്തമാക്കാം. ഓ മൈ ഫ്രണ്ട്സ്, നിൻ കണ്ണുകളിൽ ഞാൻ കാണും നിന്റെ മുഖം. ഓ മൈ ഫ്രണ്ട്സ്, നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കും നിന്റെ സ്വരം. So once again, a very good morning to one and all. I welcome our dearest Disha ma'am to today's wonderful section, and I welcome all of you, my dear friends, to today's class. Signing by Tamanna Singh. Thank you, ma'am. Thank you all. Okay, and I have one request. എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഇതുവഴി കോഴിക്കോട് പോകുന്ന വഴി ജസ്റ്റ് ഇവിടെ നിന്ന് കയറിയിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടി കയറിയത്. ടൈം അങ്ങോട്ട് മാച്ച് ആയില്ല. ക്ലാസ് ഉണ്ടെങ്കിലും അവർക്ക് അവര് വന്നത് ഈ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് അവരെ പോയി ഒന്ന് കണ്ടൊരു ബായ് പറഞ്ഞ് ഒരു മധുരം എന്തെങ്കിലും കൊടുത്തിട്ട് ഓടി വരാം. നിങ്ങൾ റീഡ് ചെയ്യാമോ? ക്ലാസ് നമ്മൾ ഇനി എടുക്കേണ്ട പോർഷൻ ഒന്ന് വായിക്കാമോ? ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഏതാ ടോപ്പിക് ഒന്ന് പറയാമോ? Psychology ആണ് ma'am. Role of teachers. ഓക്കെ ഓക്കെ. യൂണിറ്റ് 6 അല്ലേ സൈക്കോളജി? Yes, ma'am. എഡ്യൂക്കേഷൻ സൈക്കോളജി അല്ലേ? ആണോ അതോ സൈക്കോളജി ആണോ? മറന്നു. Teachers and വെറും psychology. Unit 6 സൈക്കോളജിയിലെ psychology. സബ്ഹെഡിങ് ആണ് മിസ്. Teachers and psychology. ആ ആണ് ഓക്കെ കേട്ടോ. ഫൈൻ ഫൈൻ. അതെല്ലാവരും ഓഫ് ചെയ്തോളാം ഫാൻ ഫാൻ ഓഫ് പനിയുണ്ടോ? ഗീതു ഒന്ന് മ്യൂട്ട് ആക്കടാ. എടാ ഇതില് ഫസ്റ്റ് പാരഗ്രാഫ് എടുത്തതല്ലേ? അതെടാ എടുത്തതാ കുറച്ചു വരെ എടുത്തതായിരുന്നു. പേജ് നമ്പർ എത്രയാ?
57, 57, 58 ആ ഒരു ഫസ്റ്റ് കുറച്ച് വരെ. എവിടം വരെയാണെന്നുള്ളത് മറന്നു. ഫർസാന ജസ്റ്റ് വായിക്കാൻ പറഞ്ഞിട്ട് പുറത്തോട്ട്. തമന്ന നമ്മുടെ പ്രോഗ്രാമിന്റെ കാര്യം പറയണോ മാമിനോട്? ആ പറയാം. നീ പറഞ്ഞോ. മാമിനും അപ്പൊ പറ്റുമെങ്കിൽ ഓൺലൈൻ കയറാലോ അല്ലേ രസ്ന? എല്ലാ ടീച്ചേഴ്സിനെയും വിളിക്കണോ? MT8 ഏത് സെലിബ്രേഷൻ? ആരൊക്കെ കേറി വേണോ? മാമിന്റെ അല്ല ക്ലാസ് മാമിനോട് പറയാം. കഴിയാറാകുമ്പോ പറയാടാ, അല്ലെങ്കിൽ പിന്നെ അതിന് ടൈം പോവും. അപർണ മിസ്സിനോട് പറയേണ്ടി വരില്ലേ, ക്ലാസ് ടീച്ചർ അല്ലേ? നമുക്ക് വ്യാഴം വരെയുള്ള എല്ലാ ടീച്ചേഴ്സിനോട് പറയാം, വെള്ളിയാഴ്ച പ്രോഗ്രാം. അപ്പൊ എല്ലാരോടും പറയാലോ. ആ അതാ ഞാൻ ആ സാറിന് അങ്ങോട്ട് അയച്ചു കൊടുക്കാം. ആ സാറ് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കും. അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് കേറാലോ. സാറിന് വേറെ വിളിക്കണം. വേണോ? വേറെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് വേറെ പണിയില്ല? നിങ്ങൾ എല്ലാരും വിളിച്ചിട്ട് നിങ്ങൾ സദ്യ വിളമ്പാനാണോ നിങ്ങളുടെ ഉദ്ദേശം? സിനു പഠിക്കൂ. ജയദേൻ സാറിന് മെസ്സേജ് ഇടാലോ. പോസ്റ്റർ പോലെ നമുക്ക് എന്റെ പൊന്നു അത് ഞാൻ വെറുതെ പറഞ്ഞതാ ചെയ്തത്. നീ അതിനെ അറിയിക്കല്ലേ, വെറുതെ പറഞ്ഞതാ. നമ്മുടെ കയ്യും കാലും ഒക്കെ നിറച്ചാണ് ഓരോ സ്റ്റെപ്പ് കാണിക്കുന്നല്ലേ. അതന്നെ, ചുമ്മാ മനുഷ്യനെ വെറുതെ ഒരു രസാണ് ഇതൊക്കെ. സൈലൻസ് പ്ലീസ്. വേറെ ആരും വിവരം അറിയിക്കല്ലേ കേട്ടോ. അയ്യോ മുനീറ, നീ എവിടെയായിരുന്നു? നിന്നെ മിസ് ചെയ്ത്. നമ്മുടെ തമന്ന രസ്ന എടാ, ഒപ്പനക്ക് എത്ര മിനിറ്റ് ആണ് ഉണ്ടാവുക? ഒരു 3 മിനിറ്റ്, മാക്സിമം 4 പോരെ? എടാ, കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാവേ. മാം ചിലപ്പം ഇപ്പം വഴക്ക് പറയും. നിങ്ങളൊന്ന് അനങ്ങാണ്ട് നിൽക്ക് പ്ലീസ്. എന്തുപറ്റി? വായിക്കുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ. മനസ്സിലായി. ഞങ്ങള് ശബ്ദം ഉണ്ടാക്കാണ്ട് നല്ല കുട്ടികളായതാ മിസ്. ഓ ശരി ശരി. അപ്പൊ ടീച്ചർ, അതായത് ടീച്ചർ ക്ലാസ്സിലുള്ളപ്പോഴാണ് കുട്ടികൾ ശബ്ദം ഉണ്ടാക്കണത് അല്ലേ? റെക്കോർഡ് എടുത്ത് കണ്ടാ അറിയാ ശബ്ദം ഉണ്ടാക്കണത് എപ്പോഴാണെന്ന്. താങ്ക് യു സോ മച്ച്. ഓക്കെ. പിന്നെ വൺ മോർ തിങ്, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമ കോഴ്സ് ആണെങ്കിൽ SLC ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ +2 അല്ലെ. PG കോഴ്സ് എടുക്കുന്നത് ഡിഗ്രി കഴിഞ്ഞവര്. പക്ഷെ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ആരെയാ?
കുഞ്ഞു കുട്ടികളെ നമുക്ക് അവിടെ വേണ്ടുന്ന ലാംഗ്വേജ് ഏതാ? ഇതുപോലത്തെ ലാംഗ്വേജ്, മലയാളം. സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ്, സിമ്പിൾ ആണ്. ഇംഗ്ലീഷ് ആണ് അല്ലെ? ഇപ്പൊ കുട്ടികളുടെ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷിന്റെ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അപ്പൊ നമ്മള് അവിടേക്ക് ജോലിക്ക് പോണതിന് മുമ്പ് നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മൾ ഇംപ്രൂവ് ചെയ്യണം നമ്മുടെ ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ. കുട്ടികളെ പോലെ സിമ്പിൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ, അതായത് നമ്മളുടെ ലാംഗ്വേജ് നല്ലതായിരിക്കണം. ശരിയല്ലേ? പ്രശ്നം അല്ലാതെ ഇപ്പോ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തവരല്ല KG കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷിൽ PG എടുത്തവരോ PhD എടുത്തവരല്ല നമ്മളെ പോകുന്നത്. സോ ദാറ്റ് മീൻസ് നമ്മുടെ ലാംഗ്വേജ് കറക്റ്റ് ആയാലാണ് നമുക്ക് ആ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മൾ യൂസ് ചെയ്യണം, നമ്മുടെ ഈ പ്ലാറ്റ്ഫോം നമുക്ക് യൂസ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ആരാ ഇംഗ്ലീഷ് എടുക്കുന്ന ആരാ? അശ്വതി എടുക്കും എനിക്കറിയാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളുടെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഒരു 10 മിനിറ്റ്സ് ഇംഗ്ലീഷിന് വേണ്ടുന്ന ഒരു എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങളായിട്ട് തന്നെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊണ്ടുവരാമോ? ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ ചെയ്യാറുണ്ട് മാം. ഓരോ ടോപ്പിക് തരും, എല്ലാവരും സംസാരിക്കാറുണ്ട്. ഓക്കെ, എല്ലാരും സംസാരിക്കാറുണ്ടോ? മാം മാക്സിമം തരാറുണ്ട്, കിട്ടുന്നവരൊക്കെ സംസാരിക്കും. ടൈം കിട്ടില്ല എല്ലാവർക്കും കൂടെ. അറിയാവുന്ന പോലൊക്കെ നമ്മൾ സംസാരിക്കലുണ്ട്. നമുക്ക് ഇപ്പൊ ഈ ക്ലാസ്സിൽ നല്ല ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ തന്നെ എല്ലാവരും ഭാഗത്തു നിന്നും വരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങളൊന്ന് ആലോചിച്ചൊന്ന് ഡിസൈൻ ചെയ്തോളൂ. എനിക്ക് വല്ലതും കിട്ടുവാണെങ്കിൽ ഞാനും പറഞ്ഞുതരാം. മിസ്, അതിന് നല്ലതൊരു ഡിബേറ്റ് ആയിരിക്കും. അതാവുമ്പോ എല്ലാരും സംസാരിക്കും. കുറച്ച് കാര്യങ്ങൾ തരുമ്പോ കുറച്ച് പേര് ഇംഗ്ലീഷിൽ ഡിബേറ്റ് വെക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സെക്ഷനും ഇംഗ്ലീഷ് ആവുമ്പോ ആരും സംസാരിക്കില്ല. അല്ല, സംസാരിക്കണം. തെറ്റിയാലും നമ്മള് സംസാരിക്കും. ഡിബേറ്റ് ആണ് നിങ്ങൾക്ക് താല്പര്യം. സോ അപ്പൊ ഡിബേറ്റ് അത് ഫിക്സ് ചെയ്തു. സോ ഇനി ഡിബേറ്റിനുള്ള ടോപ്പിക് ആണ് നെക്സ്റ്റ് അല്ലെ? ഡ്രഗ്സ് മാം. ഓക്കെ, അപ്പൊ ഡിബേറ്റിനുള്ള ഡ്രഗ്സ് നമുക്ക് ഡിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പും സപ്പോർട്ട് ചെയ്യാത്ത ഒരു ഗ്രൂപ്പും, അതല്ലേ നമുക്ക് ഡിബേറ്റ് ടോപ്പിക്കിന് നല്ലത്? അതെ. ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ട് ഞാനൊരു ടോപ്പിക് പറയട്ടെ. ഇപ്പോ നോർമലി എല്ലാവരും സംസാരിക്കുന്ന ഒരു വിഷയമാണ് 2K കിഡ്സ് ഫുള്ള് ഡ്രഗ്സ് ആണ്. അവര് ഫുള്ള് ഡ്രഗ് അഡിക്റ്റ് ആണ്. അവര് ഫുള്ള് മോശം പ്രവൃത്തികളാണ് ചെയ്യുന്നത്. ദെൻ അതിന്റെ ഓപ്പോസിറ്റ് അവര് ചെയ്യുന്നില്ല. അതൊരു ടോപ്പിക് അല്ലേ? 2K കിഡ്സ് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഡ്രഗ്സിന്. അതെടാ, നമുക്ക് രണ്ട് രീതിയിലും സംസാരിക്കണ്ടേ? സപ്പോർട്ട് ചെയ്യുന്ന ഒരു വേണം. ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ഡിബേറ്റ് ഒറ്റ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ല. നമുക്ക് പല ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഏതെങ്കിലും ടോപ്പിക് എടുത്ത് ഡിബേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ ടോപ്പിക് വരും. അപ്പൊ ഫസ്റ്റ് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് സിമ്പിൾ ആയിട്ടൊരു ടോപ്പിക് ആണെങ്കിലോ, മിക്സഡ് സ്കൂൾ വേഴ്സസ് ലവ് മാരേജ്, അറേഞ്ച്ഡ് മാരേജ്, മിക്സഡ് സ്കൂൾ വേഴ്സസ് ബോയ്സ് ഓർ ഗേൾസ് ഓൺലി സ്കൂൾ, പിന്നെന്തൊക്കെയാ വരാൻ പറ്റും? അതൊക്കെ ആകുമ്പോ രസകരമായിരിക്കും. എന്നിട്ട് നമുക്ക് ഡിസ്കഷൻ ഫോറം വെക്കാം, ഓപ്പൺ ഫോറം. ഈ ഡ്രഗ്സിന്റെ നമുക്ക് എന്താണ് അതൊരു നല്ലൊരു ടോപ്പിക് തന്നെയാണ്. മീൻസ് ഡ്രഗ്സ് എന്നല്ല, ഇപ്പോഴത്തെ അഡോളസന്റ് ഗ്രൂപ്പിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസ് കൂടുതലും അവരെ കെമിക്കൽ സബ്സ്റ്റൻസിന് അടിപ്പെടുവാണ് അല്ലെ? അപ്പൊ അതാണ് ഇപ്പോഴത്തെ നമുക്ക് ഇനിയിപ്പോ അവരെ കെമിക്കൽ അകത്ത് ചെന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞു. ഒരു 30-40 ഇയേഴ്സ് വരെ ആയിരിക്കും അവർക്ക് ആയുസ് ഉണ്ടാകുക. റീപ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെട്ട്, ഇമാജിനേഷൻ നഷ്ടപ്പെട്ട്, ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെട്ട്, ചിന്താശേഷി നഷ്ടപ്പെട്ട്, ബോധം പോലും ഉണ്ടാവില്ല. അമ്മയും പെങ്ങളെ പോലും ബന്ധങ്ങൾ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ജനറേഷനാണ്. അവര് പോയി കഴിഞ്ഞു. അവരെ ഇനി നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അവരിപ്പോ സാധാരണ കെമിക്കൽ അല്ലാത്ത സബ്സ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷെ കെമിക്കൽ അകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡാമേജ് ആയി. അപ്പൊ നമുക്ക് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ അതിന് താഴെ ഇനി വരുന്ന ജനറേഷൻ, അവരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്തതാണ് എൻ്റെ ഒരു ഓർമ്മ. ഷെയർ ചെയ്തിരുന്നോ? ഞാനൊരു ഓപ്പൺ ഫോറത്തിൽ പോയതും ഇങ്ങനൊരു ഡിസ്കഷന് ഷെയർ ചെയ്തിരുന്നോ? ലാസ്റ്റ് മാം പറഞ്ഞിരുന്നതാണോ?
അവിടെ ഈ നമ്മുടെ ഡിസ്കഷൻ ഡിബേറ്റിലൊക്കെ ഏറ്റവും ലാസ്റ്റ് എന്താ സംഭവിക്കുന്നത്, നമ്മൾ കൺക്ലൂഡ് ചെയ്യും അല്ലെ, നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തും. ഞാൻ പോയ അതിലത്തെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ആ കൺക്ലൂഷനിൽ ആ ഡെലിഗേറ്റ്സ് ഇരുന്ന പാനൽ അവര് കൺക്ലൂഡ് ചെയ്ത മെത്തേഡ് മോണ്ടിസോറി മെത്തേഡായിരുന്നു. അവര് ഡയറക്ട്ലി മോണ്ടിസോറി മെത്തേഡ് എന്നല്ല പറഞ്ഞത്, ഇങ്ങനെ ഏരിയയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാം. അവര് പറഞ്ഞ ഓരോന്നും നമ്മുടെ മെത്തേഡായിരുന്നു. നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുക, ലൈഫ് സ്കിൽസ് ട്രെയിൻ ചെയ്യുക കുട്ടികളെ, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അവര് പറഞ്ഞത്. അത് മുഴുവനും മോണ്ടിസോറി മെത്തേഡാ. സോ അപ്പൊ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ഒന്ന് നോക്കൂ. നാളെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്ക് വേണ്ടുന്ന അഡൾട്ട്സിനെ ഫോം ചെയ്യിക്കുക, മൗൾഡ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അത് ആ കുഞ്ഞുങ്ങളെ നമ്മളുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ അവരെ മോൾഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ സൊസൈറ്റിയിൽ ആ ഒരു വ്യത്യാസമുണ്ട്. ഒരു രാജ്യത്തെ നശിപ്പിക്കുന്ന പലതുമാണ് ഇപ്പൊ നടക്കുന്നത്. അതിൽ നിന്നൊക്കെ മാറുന്ന ഒരു ജനറേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളുടേത് ഒരു നല്ലൊരു സർവീസ് തന്നെയാണ്. ഡെഫിനറ്റ്ലി നമുക്കൊരു ഇൻകം വേണം, സ്വന്തം കാലിൽ നിൽക്കണം, നമ്മുടെ ലൈവ്ലിഹുഡ്, നമ്മുടെ ഉപജീവന മാർഗം ഒക്കെ തന്നെയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ അതിനോട് നല്ലൊരു കമ്മിറ്റ്മെന്റ് കാണിച്ച അക്കൗണ്ടബിലിറ്റി അല്ലെ, റെസ്പോൺസിബിലിറ്റിയെക്കാളും ഒരു ആപ്റ്റ് വേർഡ് റെസ്പോൺസിബിലിറ്റി ടു എ പർപ്പസ് ആണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ടു എ പേഴ്സൺ, ടു എ പർപ്പസ്, വാട്ട് എവർ ഇറ്റ് ബി. അപ്പൊ അക്കൗണ്ടബിലിറ്റി അത് ഭയങ്കര കൂടുതലാണ് നമുക്ക്. അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിച്ച് ചെയ്യുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ബാച്ച് ഞാൻ ഇതായിട്ട് പറയുകയല്ല കേട്ടോ, ഇപ്പോഴേ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് വരിക. നമ്മളുടെ ആ ഒരു വിഷൻ ശരിക്കും ഫോക്കസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഞാൻ വൈവ സ്റ്റാർട്ട് ചെയ്തു, ജസ്റ്റ് ലൈക്ക് എന്താ പറയാ, എനിക്ക് ഉറക്കമില്ലാണ്ടായി ചില വൈവയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും. വേറെ ഒന്നുമല്ല, ക്ലാസ്സിൽ കയറാത്ത കുട്ടികളിലാണ് ഈ മെത്തേഡ് ഉള്ളിലേക്ക് കയറാതിരിക്കുന്നത്. ക്ലാസ്സിൽ കയറാൻ ചിലപ്പോൾ ആ ഒരു ടൈമിൽ ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് റെക്കോർഡിംഗ് ഉണ്ടല്ലോ, റെക്കോർഡ് ക്ലാസ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ആ റെക്കോർഡ് ക്ലാസ് കണ്ടാലും മതി. അതും ഇല്ലാതെ വൈവയ്ക്ക് വരുമ്പോൾ നിങ്ങളിപ്പോ മോണ്ടിസോറി മെത്തേഡ് ആയിട്ടില്ല, എന്നാലും നമുക്ക് മോണ്ടിസോറി മെത്തേഡില് നമുക്ക് ഈ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലാസ് റൂമിനേക്കാളും എൻവിയോൺമെന്റ് ആണ്, ഒരു പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എൻവിയോൺമെന്റ് ആണ് വരുന്നത്. മോണ്ടിസോറി സ്കൂളൊന്നും പറയില്ല കേട്ടോ അതിനെ, ചിൽഡ്രൻസ് ഹൗസ് എന്നാണ് അറിയാം. മോണ്ടിസോറി ഫസ്റ്റ് ഉണ്ടാക്കിയ മോണ്ടിസോറി സ്കൂളിന്റെ പേര് കാസാഡെ ബാംബിനി, ഇറ്റാലിയൻ ലാംഗ്വേജ് ആണ്. അതിന്റെ മീനിങ് ചിൽഡ്രൻസ് ഹൗസ് എന്നാണ്. അപ്പൊ അതില് ക്ലാസ് റൂം അല്ല. നമ്മൾക്ക് ക്ലാസ് റൂം എന്ന് കേട്ടാൽ നമുക്ക് എന്താ തോന്നുക, ബോർഡ് ഉണ്ടാകും, ജനലുണ്ടാകും, വാതിലുണ്ടാകും, അങ്ങനെയൊക്കെ രണ്ട് സൈഡിലും ഡെസ്ക് അല്ലെങ്കിൽ ചെയർ ടേബിൾ ഒക്കെ ഇട്ടിട്ട് ഒരു സൈഡില് പെൺകുട്ടികൾ ഇരിക്കുന്നു, മറ്റേ സൈഡിൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അല്ലേ ക്ലാസ് നിൽക്കുന്നത്. ടീച്ചർ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു, കുട്ടികളെല്ലാം ഇങ്ങനെ അനുസരണയോടെ ഇരിക്കും. ബട്ട് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ്, ക്ലാസ് റൂമിന് വേറാണ് എൻവിയോൺമെന്റ് എന്ന് പറയുന്നത്. അവിടെ ഡിഫറെന്റ്. അവിടെ എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂംസ് ഇല്ല, രണ്ട് ക്ലാസ് റൂമിനെ തമ്മിൽ വേർതിരിക്കുന്ന വാൾ ഇല്ല. അതിന് പകരം അവിടെ ഒക്കെ ഓപ്പണാ. അവിടെ മുഴുവൻ കോറിഡോഴ്സ് ആണ്. എക്സ്റ്റേണൽ വേൾഡുമായിട്ട്, അതായത് പുറത്ത് ഉള്ള സ്ഥലവുമായിട്ട് കണക്ട് ചെയ്യുന്ന വരാന്തകൾ നിറയുണ്ട്. ഒരു കുട്ടിക്ക് പുറത്ത് പോകണോ, അവന് ഫ്രീ ആയിട്ട് ആ തന്നെത്താനെ നടന്ന് ആ വരാന്തയിലൂടെ നടന്ന് പുറത്തേക്ക് ഇറങ്ങാം. ആ രീതിയിലാണ് മോണ്ടിസോറി സ്കൂള് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എവിടെയെങ്കിലും ഒരു മോണ്ടിസോറി സ്കൂള് കാണാൻ പോകാൻ പറ്റുവാണെങ്കിൽ ഒന്ന് പോയി വിസിറ്റ് ചെയ്യൂ. നമ്മുടെ കോഴ്സിലുള്ളതാണ് വിസിറ്റ് എ മോണ്ടിസോറി സ്കൂൾ എന്നുള്ളത്, ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെ ഈ എൻവിയോൺമെന്റിനെ 5 ഏരിയ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സിലബസ് ഉണ്ട്. UKG ചെന്നാലും LKG ചെന്നാലും കുട്ടികൾക്ക് സബ്ജക്റ്റുകളുണ്ട്, ഇംഗ്ലീഷ്, മാത്സ്, അങ്ങനെയാണ്. ഇവിടെ 5 ഏരിയകളാണ്. ഒന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ആണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ കിച്ചൺ. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് സെൻസോറിയൽ ഏരിയ ആണ്. നമുക്ക് എത്ര സെൻസസ് ഉണ്ട്? ഈ 5 സെൻസിന് ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് വരുന്ന ഏരിയ ആണ്. അത് കേൾക്കുക, കാണുക. നമ്മളുടെ ഓരോരുത്തരുടെയും ക്വാളിറ്റി ഈ ഓരോ സെൻസിനനുസരിച്ച് വ്യത്യാസപ്പെടും. ചിലർക്ക് ഭയങ്കര കേൾവി ശക്തി ആയിരിക്കും, അത് അവരുടെ പോസിറ്റീവാണ്, അവരുടെ ആ ഒരു സെൻസ് ആണ് പീക്കിൽ നിൽക്കുന്നത്. ചിലർക്ക് വിഷ്വൽ അതായിരിക്കും, അതായിരിക്കും പീക്കിൽ നിൽക്കുന്നത്. നമുക്കറിയാം പോലീസ് ഡോഗ് ഏത് സെൻസാ പോലീസ് ഡോഗിന്റെ പീക്കിൽ നിൽക്കുന്നത്? സ്മെല്ലിങ് ചെയ്യുന്നത്. അത് ആളുകളിലും ഉണ്ട്.
ചില മനുഷ്യരിലും ഉണ്ടത്. പിന്നെ ടേസ്റ്റ്, നമുക്കറിയാം ടീ ടേസ്റ്റർ, കോഫി ടേസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ചോക്ലേറ്റ് ടേസ്റ്ററോ, അതൊക്കെ ഒരു ജോബ് അല്ലേ, ഭയങ്കര സാലറി ഉള്ള ജോബാ. ആ ജോബ് അവർ ക്വാളിഫൈഡ് ആണെങ്കിൽ അവരുടെ ആ ഒരു സെൻസ് ആണ് മുന്നിൽ നിൽക്കണേ അല്ലെ. അപ്പൊ അതുപോലെ തന്നെ സ്മെല്ല് നമ്മൾ പറഞ്ഞു. പിന്നെ ടച്ച്, അതൊരു സെൻസ് ആണ്. പിന്നെ ഈ 5 സെൻസും 5ഉം ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരില്ലേ, വിഷൻ ഇല്ലാത്തവരുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ അവരുടെ ആ സെൻസ് ഇല്ല, അത് അവർക്ക് ലോ ആണ്, മീൻസ് ഡൗൺ ആണ്, ഇല്ല, നള്ളാണ്. അവർക്കപ്പൊ വേറെ എന്തെങ്കിലും സെൻസ് ആയിരിക്കും അവരുടെ ഭയങ്കര പീക്കില്. കണ്ണ് കാണാത്തവർക്ക് ഭയങ്കര ചെവി ഇതുണ്ടാവും. പിന്നെ ടച്ചും അവർ തൊട്ട് നോക്കിയാണ് ഓരോന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 5 സെൻസിനെയും ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് രണ്ടാമത്തെ ഏരിയയായ സെൻസോറിയൽ ഏരിയയിൽ വരും. മൂന്നാമത്തെ ഏരിയ മാത്തമാറ്റിക്കൽ ഏരിയ. മാത്സിൽ കുട്ടികൾ എന്തൊക്കെയാ പഠിച്ചു കൊടുക്കുന്നത്? നമ്പേഴ്സ്, നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഫെമിലറൈസ് ചെയ്യാൻ പഠിക്കും അല്ലെ. 2 എന്നുള്ള നമ്പർ കണ്ടു കഴിഞ്ഞാൽ അത് 2 ആണ് എന്നുള്ളത് ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യണമല്ലോ. അതുപോലെ കൗണ്ടിങ്, ഇത് രണ്ടുമാണ് കുട്ടികൾ ആദ്യം പഠിച്ചു തുടങ്ങണേ അല്ലെ. കൗണ്ടിങ്ങും നമ്പർ ഫെമിലറൈസേഷൻ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ അവർ പഠിക്കുക? അത് നല്ല എഴുതാൻ പഠിക്കും. ഓക്കെ, പിന്നെ ഷേപ്പ്. ഓക്കെ, പിന്നെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പഠിക്കൂ. എത്ര അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഉണ്ട്? 4. അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഒന്നുകൂടി ഉണ്ടല്ലോ. നോർമലി നമുക്ക് വരുന്നത് സബ്ട്രാക്ഷനാ. നേരെ ഡിവിഷനിലേക്ക് പോയാൽ എന്താന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് അവര് പഠിക്കുന്നത്. നമ്മള് പഠിച്ചപ്പോ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ എങ്ങനെയാ പഠിച്ചേ? ടേബിള് പഠിച്ചു അല്ലെ, പാട്ട് പാടുന്ന പോലെ ടേബിൾ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു സാറ് വലിയ ചുരുട്ട് കൊണ്ടുവന്ന് ഡെസ്കിലിട്ട് അടിച്ചടിച്ച് പേടിച്ചാണ് ഞങ്ങളൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചത്. അല്ലാണ്ട് ഒരു ഇൻട്രസ്റ്റും ഇല്ല മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചത്. ഒരു പാട്ട് ഏതാ അല്ല, ഇപ്പൊ ചോദിച്ചാൽ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ടേബിളൊന്നും. അപ്പൊ അതിനൊരു നമ്മുടെ ബോഡി മൂവ്മെന്റ്സും ഉണ്ടായിരുന്നു, ഒരു ആട്ടം ഉണ്ടായിരുന്നു ഇങ്ങനെ പാട്ട് പോലെ. ഇവിടെ ടേബിൾ ഒന്നും പഠിക്കുന്നില്ല കുട്ടികള്. ഒരു സ്റ്റിക്ക് വെച്ചല്ലേ ഞാൻ പഠിക്കുന്നത്? ഒരു സ്റ്റിക്ക്. ബോർഡ് ഗെയിംസ് ആണ്. 1 2 2 പറഞ്ഞിട്ട്. അത് തന്നെ. ഇവിടെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റില് ബോർഡ് ഗെയിംസ് ആണ്, ബോർഡാണുള്ളത്. അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഡിവിഷൻ ആണെങ്കിലും ബോർഡാണുള്ളത്. നമുക്ക് എല്ലാ ബോർഡ്സും നമുക്ക് അവൈലബിൾ ആട്ടോ. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷനിൽ അത് വരും. പിന്നെ നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് അതിനുള്ള ഷേപ്സും ഉണ്ട്. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ട് മാത്തമാറ്റിക്കൽ ഏരിയയിൽ, അത് വരും. പിന്നെ ഉള്ളത് ബീഡ്സ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറിയ മോണ്ടിസോറിക്ക് ബീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇഷ്ടമായിരുന്നു. അതും ഭയങ്കര വൈബ്രന്റ് കളേഴ്സ് ഉള്ള ബീഡ്സ്. അതിൽ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളറായിട്ട് മോണ്ടിസോറി എപ്പോഴും പറയുന്നത് ഗോൾഡൻ ബീഡ്സ് ആണ്. ഗോൾഡൻ ബീഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഈ ബീഡ് വെച്ചിട്ട് സ്ട്രിങ് ഉണ്ടാക്കും. നിങ്ങൾക്ക് അത് ചെയ്ത് തുടങ്ങാം. ഞാൻ സ്ട്രിങ് എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു, അതാ ഞാൻ നോക്കുന്നത്. എന്നെ ഒന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ ഓർപ്പിക്കണം. എന്റെ ഇരുന്നത് എവിടെയോ അത് കിടക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കാം കേട്ടോ, എവിടെയോ എടുത്തു വെച്ചു പോയി. ബീഡ്സ്, ഈ ബീഡ്സ് കളറ് പോകാത്ത ബീഡ്സ് വേണം കേട്ടോ. നമ്മുടെ ചില മുത്തുമാലകളിൽ നിന്നൊക്കെ അതിന്റെ കളറ് പോകുമല്ലോ, കളറ് പോകാത്ത ബീഡ്സ് ഉണ്ട്. അത് ഗോൾഡൻ ബീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതോ ഒരു ബാച്ചിലൊരു കുട്ടി ബീഡ് സ്ട്രിങ് ഒക്കെ ചെയ്തു. അത് സ്ട്രിങ്ങിനകത്ത് മുത്തിങ്ങനെ കോർത്തു വെച്ചിട്ട് 2 സൈഡും സെക്യൂർ ചെയ്യും. അതാണ് ചെയ്യുന്നത് കേട്ടോ. സെക്യൂർ ചെയ്യണതെന്ന് വെച്ചാൽ അത് ഊർന്നു പോകാതിരിക്കാനായിട്ട്. അപ്പൊ മോണ്ടിസോറി മെറ്റീരിയൽസിൽ ബീഡ് സ്ട്രിങ് ഉണ്ട്. അതായത് 1 എന്നുള്ള ഒരു ബീഡ് ഇട്ടിട്ട് 2 സൈഡും സെക്യൂർ ചെയ്തിരിക്കുന്നു. ഈ സ്ലേറ്റില് ഇപ്പത്തെ സ്ലേറ്റിലില്ലേ? അതല്ലേ ഇപ്പോഴത്തെ, പണ്ടത്തെ സ്ലേറ്റിൽ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ആ സ്ലേറ്റ് ഒരു ക്രേസ് ആയിരുന്നു. നമുക്ക് ആ സ്ലേറ്റ് നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് എന്തോ ഒരു അസറ്റ് ഉള്ള പോലെയായിരുന്നു അന്നൊക്കെ. ഇത് അതും നല്ല കളർഫുൾ മുത്തല്ലേ ആ സ്ലേറ്റിൽ ഉണ്ടായിരുന്നത്? അതെ. മോനെ മോണ്ടിസോറി പ്ലേ ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് ആ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ആ സ്ലേറ്റ്. ഓ ശരി, കൊള്ളാലോ. ഇടയ്ക്ക് ക്ലാസ്സിലൊന്ന് കാണിക്കാൻ പറ്റുവാണെങ്കിൽ എല്ലാം കൂടെ ഒന്ന് അടുത്തടുത്ത് വെച്ചിട്ടൊന്ന് കാണിക്കണേ.
ഓക്കെ. അപ്പൊ ഇത് പക്ഷെ അന്ന് ആ സ്ലേറ്റിന് ഇല്ലാത്ത വിഷമം പണ്ട് ഞങ്ങള് പറയായിരുന്നു മാം, ഈ ഞാൻ സ്ലേറ്റിന് തെളിച്ചം കുറവാണെന്ന്. ഞാൻ ഇപ്പൊ ഇരുന്ന് ആലോചിക്കാതെ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിലൊന്നൊരു അന്ന് വാങ്ങിച്ചിരുന്ന സൂക്ഷിക്കായിരുന്നു. പിന്നെ അന്ന് ബാഗിന് വേറൊരു പെട്ടിയായിരുന്നില്ലേ? കാണുന്നുണ്ടോ മാം? എവിടെ കാണില്ലല്ലോ? ആരാ? ധന്യ പാലക്കാട്. ഓക്കെ. ഇനി ഒന്ന് പിൻ ചെയ്യട്ടെ. യെസ്. എവിടെ നീട്ടി ഉണ്ടായിരുന്നോ? മോളുണ്ട്, 3 വയസ്സായ മോളുണ്ട് മാം. യെസ്, നോക്കിക്കോട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ള ബീഡ്സ്. ഇത് മറ്റേ കളർ ബീഡ്സ് അല്ലേ? ആ കളർ ഉള്ളതന്നെയാ മാം ഇത്? അല്ല, ഇങ്ങനെ തൊലി പോകുന്ന പോലെ കളർ പോകില്ലല്ലോ. ഇല്ല, നല്ല ബീഡ്സാ. രമ്യയുടെ കയ്യിൽ ആ പെട്ടി ഉണ്ടെന്ന്. കൊള്ളാലോ. ധന്യ ഫ്രം പാലക്കാട്. അല്ല, ഇപ്പൊ ഒരു മെസ്സേജ് വന്നേ. നമ്മളുടെ പണ്ടത്തെ പെട്ടി ഉണ്ടല്ലോ, അത് രമ്യയുടെ കയ്യിലുണ്ട്. അലുമിനിയം പെട്ടി. അത് തന്നെ. 1 2 3 4. ഇത് നിങ്ങൾക്ക് ഈ ഒരു ഫ്ലവർ ഒക്കെ ഉണ്ടാക്കുമ്പോ ഒരു സ്ട്രിങ് വാങ്ങല്ലേ നമ്മള്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്. ഒരു ചെറിയ കമ്പി പോലെ ഉള്ള കമ്പി പോലെ തട്ട് കൊടുക്കുന്ന. അതന്നെ, ക്രാഫ്റ്റ് വർക്കിലൊക്കെ ചെയ്യുന്ന ഒരു അതുണ്ട്. അത് വാങ്ങിച്ചിട്ട് അതിൽ ഇതുപോലെ ബീഡ്സ് ഇങ്ങനെ കൊരുത്തു വെക്കുക. 1ന് 1 2ന് 2 അങ്ങനെ. പക്ഷെ മോണ്ടിസോറി മെറ്റീരിയൽ വന്നതിലെ ബീഡ് സ്ട്രിങ്ങിന്റെ ഇതിപ്പം തന്നെ കാണിച്ച ആ ഒരു ഇതിനകത്ത് നമുക്ക് നീക്കാം അല്ലെ, എങ്ങനെ കൗണ്ട് ചെയ്യാം. 1 നീക്കിയിടാം. എല്ലാം ഒരേ നീളത്തിലാണ്, അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റും. തെർമോക്കോളിന്റെ മുകളിൽ ഇങ്ങനെ ഈർക്കിൽ കുത്തി വെച്ചിട്ട് മുത്തിട്ട് കൊടുക്കാം. ഇത് മാം 1 2 3 4 1 2 3 4. രമ്യക്ക് പെട്ടി കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ധന്യവാദം. താങ്ക് യു സോ മച്ച്. എനിക്കല്ല മാം, സാമാന്യ കാണിക്കാൻ പറഞ്ഞ കാരണം. കാണിക്കൂ. ഞാൻ പറയാൻ വന്നത് മോണ്ടിസോറി മെറ്റീരിയലില് നമുക്ക് കിട്ടിയ സ്ട്രിങ്ങിന്റെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത് അത് ഭയങ്കര ടൈറ്റ്ലി സെക്യൂർഡാ. ബീഡ്സ് ഇപ്പൊ തന്നെ കാണിച്ചപ്പോൾ നീക്കാൻ പറ്റില്ല. ഞാൻ ഉണ്ടാക്കിയപ്പോ ഞാൻ എന്താ ചെയ്തത്, കാരണം നീക്കുന്നതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൗണ്ടിങ് തെറ്റില്ല. നമുക്കിത് നീങ്ങിയില്ലെങ്കിൽ നമുക്ക് സംശയം തോന്നും, ഇത് ഞാൻ ടച്ച് ചെയ്തു, ഇത് ഞാൻ കൗണ്ട് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ടൈറ്റ് ആയിട്ടിരിക്കുമ്പോ നമുക്ക് ഇങ്ങനെ നീക്കി കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അത് നീങ്ങില്ലല്ലോ, ടൈറ്റ് ആയിട്ട് സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുക. അതേസമയം നമ്മൾ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട്, ഒരു മുത്തിന്റെ ഗ്യാപ്പ് ഇട്ടിട്ട് എങ്ങാനും അത് 2 എന്നുള്ള ബീഡ് ഇട്ടു, 3 ബീഡിനും ഒരു മുത്തിന്റെ ഗ്യാപ്പ് ഇട്ടു, അങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഇതിനെ 1 2 3 എന്നും പറഞ്ഞിട്ട് നീക്കാനായിട്ട് പറ്റും. ഞാൻ സ്ട്രിങ് ചെയ്തപ്പോൾ അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടാ ചെയ്തത്. മോണ്ടിസോറി മെറ്റീരിയലിൽ വന്ന സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടൈറ്റ്ലി ആയിട്ട് അത് വെച്ചിരിക്കുക. സോ നമുക്കിങ്ങനെ അനങ്ങില്ല, ഒരു മുത്ത് പോലും അനങ്ങില്ല. ഇപ്പൊ തന്നെ കാണിച്ച സ്ട്രെയിറ്റിലെ പോലെ ഒട്ടും അനങ്ങില്ല, ഒരല്പം പോലും അനങ്ങില്ല. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ അബാക്കസ് പോലെ, അതെ, നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യൂ. അങ്ങനെ കുറച്ചൊന്ന് നീക്കിയിട്ട്. അപ്പൊ ഇതുപോലത്തെ സ്ട്രിങ് വാങ്ങണം, ഇതുപോലത്തെ ബീഡ് വാങ്ങണം. അത്ര വിലയൊന്നും ഇല്ല തോന്നുന്നു ബീഡിന്. എന്നിട്ട് 1 ഒരു 5 10 1 ഉണ്ടാക്കി വെക്കുക. എന്നോട് ആരോ ഒരു കുട്ടി ചോദിച്ചു, ഓരോന്ന് പോരെ എന്ന് ചോദിച്ചു. എല്ലാ നമ്പറിനും ഓരോന്ന് പോരേന്ന്. നമ്മൾക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നമുക്ക് ഈ ഉണ്ടാക്കിയ മെറ്റീരിയൽസുമായിട്ട് പോകാം. ക്ലാസ്സിലെ കുറെ കുട്ടികളുണ്ട്, ഒരു കുട്ടിക്ക് മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ കയ്യിൽ കുറെ സെറ്റ്സ് ഉണ്ടെങ്കിൽ പേർക്ക് കൊടുക്കാലോ. അത്ര വിലയൊന്നും ഇല്ല മുത്തിനും സ്ട്രിങ്ങിനും ഒക്കെ. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു 4 5 സെറ്റ്സ് ഉണ്ടാക്കുക. മോണ്ടിസോറി മെറ്റീരിയലിൽ വന്നിരിക്കുന്നത് ഓരോന്നും 10 വീതമുണ്ട്. മനസ്സിലായോ? ആ ഒരു ബോക്സിനകത്ത് 1 10 ഉണ്ട്, 2 10 ഉണ്ട്, അങ്ങനെ 10 വരെ 10 നമ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരുന്നതാണ് ഇതെല്ലാം. പിന്നെ വരുന്നത് ലാംഗ്വേജ് ഏരിയ. ലാംഗ്വേജ് ഏരിയയിൽ എന്തൊക്കെ പഠിക്കും? അക്ഷരങ്ങളൊക്കെ പഠിക്കാറുണ്ട്. പഠിക്കും, ലെറ്റേഴ്സ് പഠിക്കും അല്ലെ? സൗണ്ട്സ് പഠിക്കും മാം. അതെ, ചെറിയ ക്ലാസ്സിൽ തന്നെ കുട്ടികളെ കേഴ്സീവ് റൈറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്. ഇന്റർവ്യൂവിന് പോയ പലരുടെ അടുത്തും കേഴ്സീവ് റൈറ്റിംഗ് എഴുതാൻ പറഞ്ഞു. അപ്പോ നമ്മളും കേഴ്സീവ് റൈറ്റിംഗ് എഴുതാൻ പഠിക്കണം. ഇതിപ്പോ ഞാൻ പഠിക്കുന്ന മലയാളം മീഡിയത്തിലാട്ടോ പഠിച്ചത്. ഞാനൊക്കെ പഠിക്കുന്ന 4ാം ക്ലാസ്സിലാണ് ഇംഗ്ലീഷ് അന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചപ്പോൾ ആ ഒരു ടീച്ചർ ഞങ്ങളെ കേഴ്സീവ് പഠിപ്പിച്ചില്ല.
സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും മാത്രമേ പഠിപ്പിച്ചുള്ളൂ. പക്ഷെ എന്റെ ചേച്ചി എന്നെക്കാളും 2 വർഷം മുമ്പ് സെയിം സ്കൂളിലാണ് പഠിച്ചേ. ചേച്ചിയെ പഠിപ്പിച്ച ഇംഗ്ലീഷ് ടീച്ചർ കേഴ്സീവ് പഠിപ്പിച്ചു. ചേച്ചിക്ക് കേഴ്സീവ് അറിയാം, എനിക്കറിയില്ല. ഞാൻ എന്റെ മക്കളെ പഠിപ്പിക്കാൻ ഞാൻ കഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ എനിക്കറിയില്ലല്ലോ. അവര് ക്ലാസ്സിൽ നിന്ന് പഠിച്ചുകൊണ്ട് വന്നു, പക്ഷെ അവർ പെട്ടെന്ന് പഠിച്ചു സ്കൂളിൽ നിന്ന്. അവരെന്നോട് വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഞാൻ എടുത്തു വെച്ച് നോക്കി കമ്പയർ ചെയ്ത് ഞാൻ ഒരു പ്രാവശ്യം എഴുതി നോക്കിയിട്ടൊക്കെയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നല്ല ബുദ്ധിമുട്ടായി പോയി. അതാണ് ആ ബേസ് എനിക്ക് കിട്ടിയില്ല കേഴ്സീവിന്റെ. അപ്പൊ നിങ്ങൾ എല്ലാരും കേഴ്സീവ് ഒരു 4 ലൈൻ വാങ്ങിച്ചിട്ട് പ്രാക്ടീസ് ചെയ്തു, ഒരു പ്രശ്നവുമില്ല അതിന്. അതിനൊരു ബുക്ക് ഉണ്ട് മിസ്. ആ അതെ മാം, ഞാനൊക്കെ സെൻട്രൽ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഒരു പാരഗ്രാഫ് തരും, അതിങ്ങനെ കേഴ്സീവ് ലെറ്ററിൽ എഴുതണം. എല്ലാവർക്കും അതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ മാർക്ക്. നോക്കി എഴുതിയാൽ മതിയല്ലോ കേഴ്സീവ്. അപ്പൊ ഇത് ഇന്റർവ്യൂവിന് ചെന്നപ്പോ ഒരു ട്രെയിനിയോട് കേഴ്സീവ് റൈറ്റിംഗിൽ എഴുതാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്തോളൂ. എല്ലാം ഇപ്പോഴിപ്പോഴേ ചെയ്തു വെച്ചില്ലെങ്കിൽ ലാസ്റ്റ് മൊമെന്റ് നല്ല ബുദ്ധിമുട്ടാകും. കാരണം വൈവയ്ക്ക് വരുമ്പോ ഞാനത് കാണുന്നുണ്ട്. എല്ലാരും വൈവ ആവുമ്പോഴാണ് റെക്കോർഡ് എഴുതാനും അസൈൻമെന്റ് എഴുതാനും ഒക്കെ തുടങ്ങുന്നത്. നമ്മളിപ്പോ എത്രാമത്തെ റെക്കോർഡിലാണ് നിൽക്കുന്നത്? റെക്കോർഡ്. ആ, എന്തൊക്കെയോ ഡൗട്ട്സ് ആരൊക്കെയോ എന്നോട് പേഴ്സണലി ചോദിച്ചു. ഞാൻ ക്ലാസ്സിൽ പറയാന്ന് പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടോ? ക്ലാസ്സിൽ പറയാന്ന് പറഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാവർക്കും കേൾക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണേ. നിങ്ങളുടെ വെച്ചല്ലേ. കുഴപ്പമില്ല. റെക്കോർഡിൽ ഇപ്പൊ ഇതുവരെയുള്ളതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ ചെയ്യേണ്ടത്? ഇല്ല മിസ്. റെക്കോർഡ് ബുക്കില് 2 നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ഒരു റെക്കോർഡ് ബുക്കിൽ കുറെ പേജസ് ബാക്കിയുണ്ട്. അപ്പൊ അതിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തതും അതിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുമോ? ഫിനിഷ് ചെയ്യോ രണ്ടാമത്തതും അതില്? ഫിനിഷ് ചെയ്യും. ഞാൻ വാങ്ങിച്ചത് വലിയ റെക്കോർഡ് ബുക്കായിരുന്നു. അപ്പൊ ഇപ്പൊ 5 റെക്കോർഡ് ബുക്കൊക്കെ വാങ്ങണ്ടെങ്കില് നമ്മളിപ്പോ സാധാരണ ഹസ്ബൻഡൊന്നും അറിയാതെ പഠിക്കുന്ന ഒരു ആളെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇപ്പൊ PPTDC കഴിഞ്ഞതാണ്. അപ്പൊ അതിന് കുറെ പൈസ ഇതേപോലെ ചെലവായി. എനിക്ക് ഇതിനും പൈസന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പേജ് ഉണ്ടെങ്കിൽ അതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ആകെ എത്ര റെക്കോർഡ് വാങ്ങിച്ചു? ഞാൻ 3 റെക്കോർഡാണ് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇനി വാങ്ങണ്ട. ഈ റെക്കോർഡിൽ തന്നെ എഴുതാൻ ബാക്കി എഴുതിക്കോളൂ. ഇതിൽ തന്നെ ഫിനിഷ് ചെയ്യുന്നതാണല്ലോ പറഞ്ഞത്, ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട്. ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റുമോ? ഒരു പ്രസ്സിൽ പോയിട്ട് ഇതിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് ബൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമോ? അതിന് കൂടുതൽ കോസ്റ്റ് ആവുമോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നടുക്കൊരു പേജ് മാർക്കർ വെച്ചിട്ട് ആ ഒരു ചാർട്ട് പേപ്പറിന്റെ ഒരു കൊച്ചു പീസ് കയറി എടുത്തിട്ട് അതിലൊന്ന് ഡിസൈൻ ചെയ്യുക. അടുത്ത റെക്കോർഡിന്റെ പേര് എഴുതി ഒരു പേജ് മാർക്കർ പോലെ സെറ്റ് ചെയ്താലും മതി. അത് ചെയ്യാലോ? ബൈൻഡ് ചെയ്യുന്നതിന് കാശാവും മാം. ഞാനിവിടെ അന്വേഷിച്ചത് അതുപോലെ. അപ്പൊ സ്പൈറൽ വർക്ക് ചെയ്ത് തന്നെ നമുക്ക് 50 രൂപയല്ലോ, പക്ഷെ ബൈൻഡ് ചെയ്യുന്നതിന് കാശാവും. കാരണം അതേ പൊരുന്നാള് തന്നെ അവര് തന്നെ സെപ്പറേറ്റ് തരുന്നതാണ്. നമുക്ക് വേറെ റെക്കോർഡ് വെക്കുമ്പോ അപ്പുറം ഇപ്പുറം വെക്കാനായിട്ട് വേറെ പേപ്പർ അവര് തരുന്നതാണ്. അപ്പൊ അതിന് സെപ്പറേറ്റ് പൈസ വരണ റെക്കോർഡിന്റെ പൈസ തന്നെ വരും ബൈൻഡ് ചെയ്യുന്നതിന്. ഓ ശരി ശരി. അപ്പൊ ഇങ്ങനെ ചെയ്യും. നല്ല പോലെ ഒരു ചാർട്ട് പേപ്പറിന്റെ ഒരു ചെറിയ പീസ്, ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് റെക്കോർഡ് എന്താണോ അതിന്റെ പേരൊക്കെ എഴുതി ഒരു പേജ് മാർക്കർ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതൊക്കെ ആവും. മാം, പിന്നെ നമ്മള് ഫസ്റ്റ് കളക്ഷനിൽ നമ്മുടെ അടുത്ത് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കളക്ട് ചെയ്യാൻ തന്നെ മാക്സിമം കളക്ട് ചെയ്യാനായിട്ട്. ഇതിനുള്ളിൽ നമ്മൾ 2 റൈം വെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ ഒരുപാട് പേജ് ബാക്കി വരും. അത് ബാക്കി വന്നിട്ട് കുഴപ്പമില്ലല്ലോ? ഇല്ലില്ല, കൂടുതൽ എന്തെങ്കിലും ഐഡിയ വരുവാണ്, വേറെ എഴുതാൻ തോന്നുന്നുണ്ട്, നമുക്ക് എഴുതി വെച്ചോ. നിങ്ങൾക്ക് ആഡ് ചെയ്യാമോ? യു ക്യാൻ ആർ മോഡ്. സീനുവിന്റെ നമ്മുടെ ഉള്ളിൽ വരുന്നതനുസരിച്ച്. അതെ അതെ. ഓക്കെ, താങ്ക് യു മാം. ഇപ്പൊ ആൽഫബറ്റിക്കൽ സോങ് അത് 2 എഴുതി, പക്ഷെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അടുത്തത് കിട്ടി. എഴുതി വെക്കാം. ഞാനൊരു അല്ല മാം, ഇപ്പൊ ഓൾറെഡി 2 വെച്ച് ഒരു ഹെഡിങ് എഴുതിയിട്ട് 2 വെച്ച് എഴുതി. അത് കഴിഞ്ഞ് നമ്മൾ നമ്പർ എഴുതിയത്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നതാണ് അയ്യോ എനിക്ക് ഒരെണ്ണോടെ എഴുതാമായിരുന്നു എന്ന് തോന്നിയാൽ എനിക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതാൻ പറ്റുമോ? അതിനെന്താ, കുഴപ്പമില്ല അല്ലെ? ഒരു പ്രശ്നമില്ല. ഞാൻ തന്ന കണ്ടന്റ്സ് എന്താവണം, അതിനേക്കാൾ ഇംപ്രൊവൈസ് ചെയ്ത് കൂടുതൽ നിങ്ങൾക്ക് തീം ഉണ്ടോ നിങ്ങൾക്ക് എഴുതാം, കൂടുതൽ നമ്പർ ഉണ്ടോ എഴുതാം, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ മാം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ഇൻഡെക്സ് പേജ് ഒന്ന് നീറ്റ് ആയിട്ട് എഴുതി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട് ഓരോ പേജിലും ഏതാന്ന് കണ്ടുപിടിക്കാൻ. ഒരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവർക്ക് കൊടുക്കുമ്പോഴും അവർ ഇൻഡെക്സ് പേജ് നോക്കിയിട്ട് അവർക്ക് ഇപ്പൊ വേണ്ടത് നമ്പർ സോങ് ആണെങ്കിൽ അവർ ആ പേജ് മാത്രം എടുത്താൽ മതിയല്ലോ. ഓക്കെ മാം. ആ ഫ്രണ്ടിലെ ഇൻഡെക്സ് പേജ് ഒന്ന് നല്ല ക്ലിയർ ആയിട്ടൊന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ നിങ്ങൾ സൈക്കോളജി വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അല്ലേ? എന്റെ നോട്ട്സ് എവിടെയാണ്?
നമ്മുടെ പല ട്രെയിനീസും ഇതിങ്ങനെ സൈക്കോളജി പാട്ടെല്ലാം കഴിഞ്ഞ് കോഴ്സ് തീരാറായപ്പോൾ അവർക്കിനി കൂടുതൽ സൈക്കോളജി പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് പല പല കോഴ്സ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി അല്ലെ, സൈക്കോളജി എന്താന്ന് നമ്മൾ പറഞ്ഞത്? സയൻസ് അല്ലെ, സയൻസ് എന്തിന്റെ സയൻസ്? ഹ്യൂമൻ ബിഹേവിയർ. അതിനൊന്ന് മ്യൂട്ട് ചെയ്യാമോ? സയന്റിഫിക് സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ അല്ലെ, സൈക്കോളജി എന്ന് പറയുന്നത് സയന്റിഫിക് സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തിനാണ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജി എന്നുള്ളതായിരുന്നു. നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സബ്ജക്ട് സ്റ്റഡിങ് ആണോ? നിങ്ങൾക്കിപ്പോ മോണ്ടിസോറി മെത്തേഡ്, നിങ്ങൾ മോണ്ടിസോറി TTC ഡിപ്ലോമ ഓർ PG വാട്ട് എവർ ഇറ്റ് ബി, നിങ്ങൾ അത് പഠിക്കുന്നു, ആ ഒരു സബ്ജക്ട് പഠിച്ചാൽ മതി, എനിക്ക് കൂടുതലൊന്നും അറിയണ്ട എന്നുള്ള രീതിയാണോ നമുക്ക് മോണ്ടിസോറി മെത്തേഡിൽ വന്നത്? ശരിക്കും അവിടെ ഒരു മോഡിഫിക്കേഷൻ നടക്കുവാണ്. എന്റെ, നിങ്ങളുടെ, നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിന്റെ എല്ലാ രീതിയിലുള്ള മോഡിഫിക്കേഷൻ നടക്കുകയാണ് അല്ലെ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു മോഡിഫിക്കേഷൻ ആണ്. നമ്മുടെ ബിഹേവിയർ, എന്റെ ബിഹേവിയറിൽ മാറ്റം വരും, നിങ്ങളുടെ ബിഹേവിയറിൽ മാറ്റം വരും, പല പല രീതിയിൽ നമ്മളുടെ ബിഹേവിയർ എല്ലാത്തിലും മൈൻഡിന് മാറ്റം വരുന്നു. നമ്മുടെ രീതികൾക്ക് മേ ബി നമ്മൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന റൊട്ടീൻ മാറുവാണ്. അങ്ങനെ പലതും. നമ്മളുടെ അപ്രോച്ച്, മറ്റുള്ള ആളുകളോട് കാര്യങ്ങളോടുള്ള അപ്രോച്ച് എല്ലാം മാറുക. സോ നമ്മൾ പോലും അറിയാതെ ആ സൈക്കോളജിയുടെ എഫക്ട്, നമ്മൾ സൈക്കോളജി പോലും അറിയാതെ അത് നമ്മൾക്ക് വരുന്ന ഒരു മെത്തേഡായിരുന്നു ഈ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ആയിരിക്കണം. ഒരു സബ്ജക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ അത് ഒരു മോഡിഫിക്കേഷൻ ആയിരിക്കണം. ഒരു കുട്ടി, ഇപ്പൊ ഇവിടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാൻ പോവാണ് ഈ ഒരു മെത്തേഡ്. അപ്പൊ ആ കുട്ടികളെ ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റില്, ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, അതൊരു ഫ്രീഡം ഉണ്ട് ബട്ട് വിത്തിൻ ദ ലിമിറ്റ്സ്. ഇപ്പൊ ഞാനിപ്പോ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ കാര്യം പറഞ്ഞു. 5 ഏരിയയിൽ ഞാൻ ലാംഗ്വേജ് ഏരിയ വരെ നമ്മൾ വന്നുള്ളൂ. റീഡിങ് റൈറ്റിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞു. റീഡിങ് റൈറ്റിംഗ് ഒന്നും അവിടെ നിർബന്ധിച്ചല്ല കുട്ടികളെ ചെയ്യിക്കുന്നത്. അത് മറിയ മോണ്ടിസോറിയുടെ വാക്കുകളിൽ ഒരു എക്സ്പ്ലോഷൻ പോലെയാണ് വരുന്നത്. പെട്ടെന്ന് സഡൻലി കുട്ടികളിൽ വരുന്ന കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, അത് 4ാമത്തെ ഏരിയ. 5ാമത്തെ ഏരിയ വരുന്നത് കൾച്ചറൽ ഏരിയയാണ്. സയൻസ്, അതായത് സുവോളജി പാട്ടുണ്ട്, ബോട്ടണി പാട്ട് കാണും, ജോഗ്രഫി പാട്ട് ഉണ്ടാവും, മ്യൂസിക്കൽ ഏരിയ ഉണ്ടാവും. അതായത് ലാസ്റ്റ് ഏരിയയിൽ ഇങ്ങനെ പല പല കാര്യങ്ങൾ വരും. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെയാന്ന്. മ്യൂസിക്കൽ ഏരിയയിൽ നിറയെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും ഈ മോണ്ടിസോറി എൻവയോൺമെന്റിൽ. കുട്ടികൾക്ക് വേണമെങ്കിൽ അത് പോയി പ്ലേ ചെയ്യാം. അങ്ങനെ അത് കൂടാതെ തന്നെ അവിടെ പെറ്റ്സ് ഉണ്ടാകും, സുവോളജി പാർട്ട്, ഫിഷ് ഉണ്ടാകും, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ ബോട്ടണി, അവിടെ ഗാർഡൻ ഉണ്ടാകും, കുട്ടികൾ ചെടി നടും, ചെടിക്ക് വെള്ളം ഒഴിക്കും, അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യും. മണ്ണ് കുഴയ്ക്കും, സാൻഡ് പിറ്റ് ഉണ്ടാകും, വാട്ടർ പ്ലേ ഏരിയ ഉണ്ടാവും, വെള്ളത്തിൽ കളിക്കും, അങ്ങനെ പല കാര്യങ്ങളും കുട്ടികൾ ചെയ്യും. അതാണ് കൾച്ചറൽ ഏരിയയിൽ വരുന്നത്. ഇനി അപ്പൊ അവിടെ അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് ഇപ്പൊ മനസ്സിലായോ? മോണ്ടിസോറി മെത്തേഡിലെ എഡ്യൂക്കേഷൻ അവര് പുറത്തുള്ള ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും അവര് ഈ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റിലൂടെ കടന്നു പോകുക. ശരിക്കും ഒരു പ്രപഞ്ചത്തിന്റെ യൂണിവേഴ്സിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആണ് നമ്മളുടെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ക്ലാസ് റൂം എന്നുള്ള വാക്ക് ഞാൻ യൂസ് ചെയ്യാം, മോണ്ടിസോറി ക്ലാസ് റൂമിൽ. അപ്പൊ ആ ഒരു പുറത്തുള്ള ലോകത്തിന്റെ ഒരു മിനിയേച്ചർ വേർഷനിലൂടെയാണ് ഈ കുട്ടികൾ കടന്നു പോകുന്നത്. അവരെന്നിട്ട് 6 വയസ്സ് വരെയാണല്ലോ അവിടെ ഉള്ളത്. അവരുടെ ഹയർ ക്ലാസ്സിലേക്ക് പോകാനായിട്ട് പുറത്തേക്ക് എത്തുമ്പോൾ അവർക്ക് യാതൊരു അപരിചിതത്വം ഇല്ല. കാരണം അവരെല്ലാം കണ്ടു കഴിഞ്ഞു ഈ എൻവയോൺമെന്റില്. യൂണിവേഴ്സിന്റെ മിനിയേച്ചർ വേർഷനിലായിരുന്നു അവർ ഇത്രയും കാലം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവർക്ക് ഒരു ടെൻഷനും ഇല്ല. പിന്നീട് അവർക്ക് കിട്ടുന്നതെല്ലാം അവർ നല്ലപോലെ ഹാൻഡിൽ ചെയ്യും. അതാണ് ആ എൻവയോൺമെന്റിന്റെ പ്രത്യേകത. അപ്പൊ എഡ്യൂക്കേഷൻ അത് തന്നെയാണ്, ഒരു മോഡിഫിക്കേഷൻ ആണ് ശരിക്കും. ഇവിടെ നമ്മളെല്ലാം മോഡിഫൈ ചെയ്യുകയാണ്.
നമുക്കൊക്കെ പല പല മാറ്റങ്ങൾ വരികയാണ്. ലൈക്ക് ഞാനൊരു ബാച്ചിന്റെ ഫസ്റ്റ് ക്ലാസ്സിന് കേട്ടോ, ഓറിയന്റേഷൻ അല്ല, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഏകദേശം 100 പേരോളം ഉണ്ടായിരുന്നു. അവരിപ്പോ പാസ് ഔട്ടായി ഇറങ്ങുകയാണ്. ആ ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഇത്രയും പേരുണ്ട്. ചിലരുടെ ഓഡിയോ ഓണാണ്, ചിലര് അറിയുന്നില്ല ഓഡിയോ ഓണാണെന്ന് ഭയങ്കര ബഹളം കൊടുത്തിരിക്കുവാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെ ഓഡിയോ ഓഫ് ചെയ്യിച്ച് ഇങ്ങനെ ക്ലാസ് എടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഞാൻ എന്തോ കാര്യം പറഞ്ഞപ്പം ഉണ്ടായിരുന്ന ഒരു ട്രെയിനി പെട്ടെന്ന് ചാടിക്കേറി എന്തോ സംസാരിച്ചു. ഞാൻ പറഞ്ഞത് കേട്ടുകൊണ്ട് ആൾക്ക് അതൊന്ന് ഷെയർ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞ കേട്ടോ. അപ്പൊ വേറൊരു ട്രെയിനി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. ആ കുട്ടിയെ വഴക്ക് പറഞ്ഞു. പറഞ്ഞത് എങ്ങനെയാണ്, എല്ലാവർക്കും ഒരേപോലുള്ള കഴിവായിരിക്കില്ല, അങ്ങനെ എന്തോ പറഞ്ഞു. എനിക്കിപ്പോ ഓർമ്മയില്ല അതെന്താന്ന്. ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, സോറി ഞാനാണോ പറഞ്ഞതെന്ന് ചോദിച്ചു. അയ്യോ അല്ല, മിസ് അല്ല പറഞ്ഞത്. അത് ചോദിച്ചപ്പോഴും കക്ഷി ഭയങ്കര കൂളായി. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആള് ഭയങ്കര ഓക്കെയാ. അപ്പൊ അവിടെ ഒരു മോഡിഫിക്കേഷൻ വന്നു. മറ്റേത് എന്തിനും വഴക്കുണ്ടാക്കുമായിരുന്നു ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ. പക്ഷെ ഗ്രാജുവലി ആൾക്ക് ഭയങ്കര ഒരു മോഡിഫിക്കേഷൻ വരിക ചെയ്തത്. അപ്പൊ അതൊക്കെ നമുക്കും നമ്മുടെ ക്ലാസ് റൂമിൽ നിന്നൊക്കെ മാറ്റങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകണം പലരിലും. അത് ശരിയാണ്. ദേഷ്യമൊക്കെ ഇപ്പൊ കുറഞ്ഞു. പണ്ട് എനിക്ക് നല്ല ദേഷ്യം വരുമായിരുന്നു. അതേപോലെ നല്ല ക്ഷമയോട് മോൻ പറയണത് കേൾക്കാനുള്ള ഒരു മനസ്സ് വന്നു. മറ്റേത് എന്തെങ്കിലും പറയുമ്പോ വേഗം പറയും എനിക്ക് പണിയുണ്ട് എന്ന് പറയണോടത്തുനിന്ന് ഞാനത് കേൾക്കാൻ അവന്റെ കൂടെ കൂടുതൽ ടൈം കണ്ടെത്തി. നമ്മൾ അറിയാതെ മാറി. അതെ. ഇന്ന് മോളെ ദോശ കൊടുക്കുമ്പോഴേ എന്റെ മോള് 3.5 വയസ്സായി, അവള് അംഗനവാടി പോണ്ട്. അപ്പൊ പൂമ്പാറ്റ് വന്ന് ജനലിലിരുന്നു. അപ്പോൾ പാടാണ്, കൊച്ചു പൂമ്പാറ്റ്. ഞാൻ ആദ്യമാണെങ്കിൽ കേൾക്കൊന്നുമില്ല, പറഞ്ഞു വിടും. ഇപ്പം മോള് പറഞ്ഞ പോലെ നമ്മള് പണിയിലോട്ട് ആലോചിക്കും. ഇന്ന് ഞാൻ അവളുടെ മുഴുവൻ പാട്ടും കേട്ട് അവള് പാല് തരാൻ കിട്ടണില്ല, അവള് ആലോചിക്കണം. പറഞ്ഞു കൊടുത്തവൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ചോദിച്ചോ, ഞാൻ കുറച്ചൊക്കെ ശരിയായി വരുന്നുണ്ട്. അപ്പൊ കുഴപ്പം നമ്മുടെ ആയിരുന്നു, കുട്ടികളുടെ ആയിരുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു. അതെ. ക്ഷമയുള്ള ആളല്ല മാം, അതാണ് ഭയങ്കര ബുദ്ധിമുട്ട്. കുറച്ച് ക്ഷമ വന്നു തുടങ്ങി. അതൊന്നും ആർക്കും കിട്ടി ക്ഷമ. കാരണം കുറച്ച് ഇവര് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ മിസ്സെന്നെ പറഞ്ഞില്ലേ, രാത്രിയാകുമ്പോ എന്റെ മോനാണെങ്കിൽ ചവിട്ടും കേട്ടോ. രാത്രിയാകുമ്പോ ചുമ്മായിട്ട് മനഃപൂർവ്വം. അപ്പൊ മാം പറഞ്ഞ പോലെ അടിയൊക്കെ കൊടുക്കും. പക്ഷെ ഇപ്പൊ അടിച്ചാലും എന്ത് പറഞ്ഞാലും മാം പറഞ്ഞു പാമ്പർ ചെയ്ത് എത്ര ഇതാണെങ്കിലും അത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തു പോകും. നാളെ എന്റെ മോള് വന്നിട്ട് 10ാം ക്ലാസ് മാം, അവള് ഭയങ്കര ഇൻസ്റ്റ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അവരുടെ കൈയുടെ സ്പീഡ് അറിയണില്ല. അപ്പൊ എപ്പോഴും ഇതും പറയും, മലത്തി വെച്ച് നോക്ക്. അമ്മ എന്താ അങ്ങനെ നോക്കാം, എനിക്ക് കാണാൻ വേണ്ടിയിട്ടാ ഞാൻ പറയണത്. എന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡ് അവള്. അപ്പൊ നാള് ഇൻസ്റ്റ അവള് സത്യം പറയാം, നമ്മളിപ്പോ ഒരു ഓപ്പൺ നമുക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അവളോട് യൂസ് ചെയ്യണ്ട പറഞ്ഞു. അത് വെറുതെ കുട്ടികളുമായി ചാറ്റ് ചെയ്യാൻ. ഞാൻ ഇൻസ്റ്റ യൂസ് ചെയ്യാറില്ല, അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് അധികം അറിയില്ല. അപ്പൊ അവളിങ്ങനെ അവളുടെ ഫ്രണ്ടുമായി ചാറ്റ് ചെയ്തു. അത് എന്റെ ഹസ്ബൻഡ് മൂപ്പര് ഡേയിൽ കണ്ടു, അപ്പൊ അത് കണ്ടുപിടിച്ചു, അത് മനസ്സിലായി. അപ്പൊ അല്ല, ഏട്ടന്റെ മോള് കണ്ടു ഇൻസ്റ്റ യൂസ് ചെയ്തു. അപ്പൊ മേമ പറഞ്ഞല്ലോ അവള് യൂസ് ചെയ്യണില്ല എന്ന്. അപ്പൊ ഞാൻ സങ്കടപ്പെടുകയാണ്. അയ്യോ, ഞാൻ നിർത്താൻ പറഞ്ഞു, എന്റെ മോള് നിർത്തിയെന്നുള്ള അഭിമാനമായിരുന്നു എനിക്ക്. പക്ഷെ അവളത് യൂസ് ചെയ്തിറക്കണോ. അത് കഴിഞ്ഞ് ഞാനിപ്പോ അത് എന്ത് ചെയ്തു, ഒരു അമ്മ ചോദിച്ചാൽ അത് പെട്ടെന്ന് അച്ഛനാവുമ്പോ ഇത്തിരി കൂളായിട്ട് അവര് കേൾക്കും. അപ്പൊ ഹസ്ബൻഡ് അന്ന് യാത്രയുണ്ട്. അപ്പം മൂപ്പര് വന്നപ്പോ ഞാൻ എന്ത് വിചാരിച്ചു, ഇത് ഭർത്താവിനെ കൊണ്ട് തന്നെ ചോദിപ്പിക്കണം. ഞാൻ ചോദിച്ചാ അവള് സത്യം പറയില്ല. നമ്മുടെ സ്നേഹത്തിൽ അവള് വീഴുന്നല്ല, കള്ളത്തരം കാണിക്കും. അപ്പൊ മൂപ്പര് ചോദിച്ചപ്പോഴും അവൾ ഇല്ലാന്നാ പറഞ്ഞു മാം. അപ്പൊ എന്ത് ചെയ്തു, മൂപ്പര് ഇരുന്നു. പോണ്ട ആളാ, ഫ്ലൈറ്റിൽ പോണ്ടതാണ്. മൂപ്പര് അവിടെ ഇരുന്നിട്ട് മൂപ്പര് അത് നോക്കിയപ്പോ എന്ത് പറഞ്ഞു, ചെക്ക് ചെയ്തപ്പോ പറഞ്ഞു, നീ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ എന്നായി. അവള് അങ്ങനെ അല്ലാണ്ടായി. ആ അവസ്ഥയൊക്കെ നമുക്കതൊക്കെ എന്താ പറയുക, ഒന്നും മിസ്യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇതൊക്കെയാണ് മാം പല ഭാഗത്തും പല തെറ്റുകളിലേക്കും പോണതവര്. അവർക്ക് സത്യം പറയാലോ മാം. അപ്പൊ അതിന് ശേഷം എനിക്ക് കൈവറയ്ക്കണം പറയുമ്പോ തന്നെ, നമ്മുടെ മക്കള് വളർന്നിങ്ങനെ ആയിട്ട് ഓരോന്ന് ചെയ്യുമ്പോഴേ. അപ്പൊ മൂപ്പര് പറഞ്ഞു, ഇനി കുറെ നല്ല തല്ലി രമേശേട്ടാ, സഹിക്കാൻ പറ്റാണ്ട് മൂപ്പര് തല്ലി. ഞാൻ അവിടുന്ന് മാറി. എനിക്ക് കാണാൻ വയ്യ മാം. ഞാന് പഠിച്ചില്ലെങ്കിൽ മാത്രമേ മക്കളെ തല്ലുള്ളൂ. പിന്നെ അവരെ തല്ലേണ്ട ആവശ്യം വരാറില്ല. ഞാൻ അവിടെ നിന്ന് മാറി. എന്താ വെച്ചാൽ അത് ചെയ്യണത് ശരിയാണ്, എനിക്ക് ചെയ്യാനുള്ള കഴിവില്ല, എനിക്ക് സാധിക്കില്ല.
അവൻ മാറി. പിന്നെ അതിന് ശേഷം അന്ന് മാമിന്റെ ക്ലാസ് കഴിഞ്ഞ ദിവസമായിരുന്നു. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും ഒരു ഉമ്മ കൊടുക്കണം ലാസ്റ്റ് എന്ന്. ഞാൻ അന്ന് ശരിക്കും ഭയങ്കരമായി സങ്കടപ്പെട്ട ദിവസമായിരുന്നു. ഞാനപ്പോ എന്ത് ചെയ്തു, അവളെ അവര് തല്ലി നല്ലോണം പാടൊക്കെ വന്നേ. മൂപ്പര് അന്ന് യാത്ര ഉണ്ടായിരുന്നു, അവര് പോവുകയും ചെയ്തു. അവര് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, അവൾ എന്ത് ചെയ്യണു, ഉറങ്ങണു, നീ ഒന്നും പറയാൻ പോണ്ടട്ടോ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രാത്രി ഞാൻ പോയിട്ട് ഒരു ഉമ്മ കൊടുത്തോൾക്ക്. അത് ചെയ്ത ചെറിയ തെറ്റാണ്, കള്ളത്തരം ചെയ്യാൻ പാടില്ലല്ലോ മാം. ഇപ്പൊ ഭയങ്കര പേടിയമ്മ, പെൺമക്കളെ വളർത്തുന്നതില്ലേ. ഞാനിപ്പോ എല്ലാ രണ്ടാമത്തെ ആൾ 6ാം ക്ലാസ്, അപ്പൊ എല്ലാ സ്റ്റേജിൽ കൂടിയും കടന്നു പോവുക. ഇതിനിടയിൽ കൂടെ മോണ്ടിസോറി പഠിക്കുന്നുണ്ട്, വലിയൊരു ഉപകാരമാവുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാനും ഒക്കെ പഠിക്കാൻ പറ്റുന്നുണ്ട്. സോറി മാം സമയം എടുത്തതിന്. മേ ബി മോള് ശരിക്കും നമ്മളെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവളൊരു കൊച്ചു കള്ളം പറഞ്ഞതായിരിക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മ ടെൻസ്ഡ് ആവില്ല, അത് ഉദ്ദേശിച്ച് കുട്ടി അതായിരിക്കും ഉദ്ദേശിച്ചത്. ബട്ട് അവൾക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോ അതൊരു, അവർക്ക് ആ ഒരു ഏജ് അതാണല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്തായിരിക്കും. അല്ലാതെ നമ്മളെ പറ്റിക്കണം എന്നോ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. നമ്മൾക്കൊരു ടെൻഷൻ വേണ്ടല്ലോ എന്ന് കരുതി അതിന് വേണ്ടിട്ട് ഒരു ചെറിയ കള്ളം ആള് ഉപയോഗിച്ചതേ ഉള്ളൂ. വേറെ ഒന്നും ആളുടെ മനസ്സിലുണ്ടാവില്ല. പറഞ്ഞത് അതന്നെയാണ്, അമ്മ അറിഞ്ഞാ ചീത്ത പറയില്ലേ, അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറയാതിരുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് അതിനും ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ആദ്യമൊക്കെ ചെയ്തത് അങ്ങനെയായിരുന്നു. അപ്പൊ അവര് പലതും നമ്മളോട് പറയാനായിട്ട് മടിക്കും. ഇനി അത് മാറിക്കോളും, അത് ശരിയാവും. യൂസ് ചെയ്യണില്ല, അപ്പൊ പറയണ്ട അമ്മ പറയാതെ ഞാൻ ഉപയോഗിക്കില്ലല്ലോ, അമ്മയോട് പറഞ്ഞിട്ടില്ലേ ഞാൻ തുടങ്ങുമ്പോ പറയാമെന്ന്. പക്ഷെ അവളെ ചെക്ക് ചെയ്യുന്ന ആള് രണ്ടാമത്തെ ആളാ. അമ്മ സംശയം ഉണ്ട്, അവളെ ഇൻസ്റ്റ നോക്കണോന്ന്, ചെറുത്. ഹലോ, ഇതൊക്കെ കേട്ടപ്പോ കഴിഞ്ഞ ദിവസം കണ്ടൊരു മൂവി ഇങ്ങനെ മനസ്സിലേക്ക് വരികയായിരുന്നു. അയ്യോ, അത് പക്ഷേ ഭയങ്കര ഒരു വയലന്റ് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു. എനിവേ, അങ്ങനെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. നമ്മൾ പലപ്പോഴും പാരന്റ്സിന് ഒരു പിടിവിട്ട് പോയി കഴിയുമ്പോഴാണ് പലരും കരഞ്ഞോടി നമ്മുടെ അടുത്ത് എത്തുന്നത്. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതിനൊക്കെയുള്ള ഒരു പൊട്ടൻഷ്യൽ അല്ല നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. പിടിവിട്ട് പോകുമ്പോഴാണ് ആകെ പ്രശ്നം വരുന്നത്. നന്നായി പഠിക്കുന്ന കുട്ടിയാ മാം, അതാണേ. നോക്കി സമയം കളയരുത് എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമുള്ള സ്ഥലേ പഠിക്കുള്ളൂ. അതുകൊണ്ടാ. ഓക്കെ, അപ്പൊ ശരിക്കും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു മോഡിഫിക്കേഷൻ തന്നെ വേണം. ഈവൻ ദോ നമ്മളും വീട്ടിൽ പല കാര്യങ്ങളും എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേറ്റഡ് ആകുന്നുണ്ട്. സബ്ജക്ട് സ്റ്റഡിങ് മാത്രമല്ല, ചില കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പൊ അത് പറഞ്ഞു കൊടുക്കുന്നത് ഒരു അതിന്റെ രീതി, ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ആ ഒരു മോഡിഫിക്കേഷൻ ഓഫ് ദെയർ ക്യാരക്ടർ, ബിഹേവിയർ ആ ഒരു രീതിയിൽ തന്നെ പോകണം എന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തോന്ന് അറിയില്ല, ഈ അപ്പുറത്തെ വീട്ടിലിങ്ങനെ സന്ധ്യാസമയങ്ങളിൽ വിളക്ക് കത്തിക്കുന്ന ഒരു ബിലീഫ് ഉണ്ടല്ലോ. അപ്പോ കുട്ടിയുടെ അമ്മയ്ക്ക് കത്തിക്കാൻ പറ്റാത്ത എന്തോ സാഹചര്യം ആയിരിക്കാം. കുട്ടിയുടെ മുത്തശ്ശിയാണ് സാധാരണ കത്തിക്കാറ്, അവരവിടെ ഉണ്ടായിരുന്നില്ല. ഈ മോളുടെ അടുത്ത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളോട് മോളുടെ അമ്മ വിളക്ക് വെക്കാൻ പറയുവാണ്. കുട്ടി വിളക്ക് വെച്ചു, തുളസിത്തറയിലും വിളക്ക് വെച്ചിട്ട് തിരിച്ചു വന്നപ്പോ അമ്മ അകത്തുനിന്ന് അങ്ങാണ്ട് ഇറങ്ങി വന്നു എന്ന് തോന്നുന്നു. എനിക്ക് സിറ്റ് ഔട്ടിൽ ഇരുന്ന ശരിക്കും ഞാനും ആ സമയത്ത് വിളക്ക് വെച്ച് ഞാൻ തിരിച്ചകത്തേക്ക് കയറുന്ന സമയമാണ്. അപ്പം സിറ്റ് ഔട്ടിൽ നിന്നപ്പോ ഞാൻ കേൾക്കുന്നത് ഒരു വലിയൊരു ഷൗട്ടിങ്ങാ. ഞാൻ ഞെട്ടിപ്പോയി. ഷൗട്ട് ചെയ്തതാ, തെക്കോട്ടാണോ വിളക്ക് വെക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ഷൗട്ട് ചെയ്യുവാണ് ഈ ചെറിയ മോളോട്. 4ാം ക്ലാസ്സിൽ അവൾ ആദ്യമായിട്ട് നിന്നാണ്ട് അന്ന് വിളക്ക് വെക്കണത്. അപ്പൊ കുട്ടി ചോദിച്ചു, അപ്പൊ കുട്ടി പറഞ്ഞ മറുപടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. പറഞ്ഞാ പോരെ, എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ കുറെ നേരം കുട്ടിക്ക് ക്ലാസ് എടുക്കണമായിട്ടു വിളക്ക് വെക്കുന്നതിനെ കുറിച്ച്. കുട്ടിക്ക് അറിയില്ലായിരുന്നു. അറിയില്ല എന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ വീടിന്റെ ദർശനം തെക്കോട്ടാ. സാധാരണ വീടുകളുടെ ദർശനം തെക്കോട്ട് വെക്കാറില്ല, ഓരോ വാസ്തു അനുസരിച്ച്. അപ്പൊ നമ്മളുടെ പ്ലോട്ട് ഫേസ് ചെയ്യുന്നത് ഈ സൗത്ത് സൈഡിലേക്ക്, തെക്ക് ഭാഗത്തേക്കാണ്. തെക്ക് ഭാഗത്താണ് റോഡൊക്കെ വരുന്നത്. ഞങ്ങള് വീട് വെച്ചിട്ട് എന്ത് ചെയ്തു, കിഴക്കോട്ട് ദർശനം വെച്ചിട്ട് സ്റ്റെപ്സ് വെച്ചു. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നേരെ ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തിട്ട് ഇറങ്ങുന്നത്. നമ്മുടെയൊക്കെ ഓരോരോ ബിലീഫ് വെച്ചിട്ടാട്ടോ അത് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് ഇറങ്ങുന്നത്. അപ്പൊ നമ്മൾ വിളക്ക് വെക്കുമ്പോ എന്താ നേരെ കൊണ്ടുപോയി അങ്ങനെ വെക്കും. കുട്ടിക്ക് അറിയില്ലായിരുന്നു, അവരുടെ വീട് തെക്കോട്ടായിരുന്നു ദർശനം. കുട്ടി നേരെ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ചപ്പോ വിളക്കിന്റെ തിരി തെക്കോട്ടായി. അതിനായിട്ട് അമ്മ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. കുട്ടി വളരെ ശാന്തമായിട്ടാണ് പറഞ്ഞത്, പറഞ്ഞാൽ പോരായിരുന്നു, എനിക്കറിയില്ലായിരുന്നു.
അപ്പൊ അതാണ് അവിടേക്കാണ് നമുക്ക് വരുന്ന ചില മിസ്റ്റേക്സ്. നമ്മൾ അങ്ങ് ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്യും. റിയാക്ഷനും റെസ്പോൺസും രണ്ടും രണ്ടാണ്. ആണോ? യെസ് മാം. അതെ നമ്മള് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എനർജി കളയല. റെസ്പോൺസ് അതാണ് ശരി. ഓക്കെ, അപ്പൊ ബിഹേവിയറിന്റെ ഒരു സയൻസ്, അതിന്റെ സ്റ്റഡിയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളെല്ലാം യുണീക്കാണ്. അവർക്ക് പല പല ഡിഫറൻസസ് ഉണ്ട്. പല രീതിയിലുള്ള കുട്ടികളാണ് നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. ഇവരെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇവരുടെ ബിഹേവിയർ മനസ്സിലാകണം. അതിന് ആണ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിന് സൈക്കോളജി ഇത്ര ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളുടെ സിസ്റ്റം അനുസരിച്ച്, എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച് പേരിന് മാത്രമാണ് ഈ പല ടീച്ചിങ് പ്രൊഫഷനില് സൈക്കോളജി കൊടുത്തിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ പലപ്പോഴും, നിങ്ങൾക്ക് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എടുത്തിട്ടുണ്ടോ? ഞാൻ എടുത്തിരുന്നോ? ഇല്ല മാം. ഈ സൈക്കോളജിന്റെ കൂടെ ഞാൻ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് നമ്മുടെ സിലബസിലൊന്നുമില്ല. ബട്ട് അത് അറിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടിയാണെങ്കിലും നമ്മുടെ വീട്ടിനകത്തുള്ളവരാണെങ്കിലും നമ്മളെ ചുറ്റും കാണുന്നവരാണെങ്കിലും നമുക്ക് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി നമുക്ക് ശരിയായ രീതിയിൽ ഇടപെടാൻ പറ്റും. യെസ് പ്ലീസ്. എന്താ? ഉമ്മു എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഉമ്മു ഹബീബ വീഡിയോ ഓൺ ചെയ്തപ്പോൾ ഞാൻ കണ്ടു. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ ഈ യൂണിറ്റ് 6ന്റെ കൂടെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് PFA ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് പാർട്ട് 1 പഠിച്ചു. അതിലെന്താ പഠിച്ചത്? നമുക്കൊരു മുറിവ് വന്നാൽ, പൊള്ളലേറ്റാൽ, വെള്ളത്തിൽ മുങ്ങിപ്പോയാൽ, സ്നേക്ക് ബൈറ്റിംഗ് ഉണ്ടായാൽ, ഫെയിൽഡ് ചെയ്താൽ, ഒരു മാസ് ആക്സിഡന്റ് ഉണ്ടാകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി സംഭവിച്ചാൽ, കുട്ടികൾ വീണൊരു ഇഞ്ചുറി സംഭവിച്ചാൽ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് സ്പോട്ടിൽ ചെയ്യണം, അതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ അതിന്റെ കൺക്ലൂഷനിൽ ഒരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആൾ എങ്ങനെയായിരിക്കണം? മെന്റലി ഒരു ഇതായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. കൊച്ചിന്റെ മുറിവ് കാണുമ്പോഴേക്കും തല കറങ്ങി വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റുമോ നമുക്ക്? സോ നമ്മൾ അലേർട്ട് ആയിരിക്കണം, പ്രോംപ്റ്റ് റെസ്പോൺസ് ആയിരിക്കണം. വിത്തിൻ ടൈം നമ്മൾ ചെയ്യണം. ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. സോ അപ്പൊ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡോ, മനസ്സിനൊരു മുറിവ് ഏറ്റു കഴിഞ്ഞാൽ അത് ക്യൂർ ആകാന്ന് പറഞ്ഞാൽ മുറിവും കരിയും ഉണങ്ങും ഒക്കെ ശരി തന്നെ. പക്ഷെ മനസ്സിനേക്കുന്ന മുറിവും അത് ഒന്ന് ഹീലാകാൻ ചിലർക്ക് കുറേ സമയം പിടിക്കും. ചിലപ്പോ എനിക്കുണ്ടായ അതേ വിഷമം തന്നെ ഡേയ്സിനുണ്ടായെന്ന് വിചാരിച്ചു. ഞാൻ ഒരു മാസമായിട്ടും എനിക്ക് എന്റെ വിഷമം മാറുന്നില്ല. പക്ഷെ ഡേയ്സിൻ 1 വീക്കിനുള്ളിൽ ബാക്ക് ടു നോർമലായി. അതാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഹീലിംഗ് നടക്കുന്നത്. നമുക്ക് പല രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടാവും. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ഈവൻ ദോ ഞാൻ മറന്നുപോയാലേ മറക്കില്ല. കാരണം എല്ലാ ബാച്ചിനും അത് കൊടുക്കണം എന്ന് എനിക്ക് നിർബന്ധമാണ്. കാരണം നമ്മൾക്ക് ഹീലിംഗ് എന്നുള്ള കാര്യത്തിലൂടെ നമ്മൾ എല്ലാവരും കടന്നു പോകണം. നമുക്ക് സെൽഫായിട്ട് ചെയ്യേണ്ട വരുന്ന ഒരു സമയത്ത് സെൽഫ് ഹീലിംഗ്, ചിലപ്പോൾ നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെ ചെയ്യേണ്ടി വരും, കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച്. ഓക്കെ, അപ്പൊ അത് PFAയുടെ കാര്യം എന്നെ ഒന്ന് ഓർപ്പിക്കുക. ഈ ഒരു ലെസൺ ഒന്ന് തീരുമാനിക്കും. ജസ്റ്റ് 2-3 കാര്യങ്ങൾ സംസാരിക്കാനേ പറ്റുള്ളൂ. എനിവേ ഓക്കെ, താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. താങ്ക്സ് അഗെയിൻ. കാരണം ഉള്ളത് കൊണ്ടാണ് ഇവരെ മീറ്റ് ചെയ്യാനും യെസ് പ്ലീസ്. താങ്ക് യു മാം. Tech at work. Orbiting in space, no more. NASA astronaut Rich Mulmer and Sunita Williams returned to Earth on Tuesday, March 18, 2025. After 9 months of flight, they ended up spending 256 days in space, circled Earth for 4,545 to 76 times. Hello? 45 to 76 times and traveled 121 million miles. Then comes the moment we always waiting for. On behalf of SpaceX, welcome home, radioed SpaceX mission controlled in California. What a ride, replied Mr. Rich. I see a capsule full of grin to ear. Dolphins circled around them. Even nature welcomed them using dolphin. That was the moment of happiness. Once safely on board, the side hatch was opened. One by one, Mrs. Williams was next to last, followed by Mr. Wilmore.
He gave a thumbs up. Their laughter, their brave, their courage, their experience, their travel will be one of the best inspiration for the whole world. Hereby, I am signing out by thanking our beloved Jisha ma'am, who is always ready to give us best guidance, and Tasni for the sweet melodious prayer, and Tamanna for signing out and friendship song, and it was the super one. Rija for pods. Thank you for everyone who makes the class a new experience. Thank you. Okay, once again, thank you so much. Have a nice day. Bye. Thank you, ma'am. Bye. Thank you. Thank you, ma'am. പിന്നെ ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ട്, ഏത് പ്രോഗ്രാം? വെള്ളിയാഴ്ച ഒരു സെലിബ്രേഷൻ വെച്ചിരിക്കുകയാണ് MT8-ന്റെ ത്രൂ ഈ ഓൺലൈനിലൂടെ തന്നെ ഈദുൽ ഫിത്തറിന്റെ സെലിബ്രേഷൻ. എന്താണ് അത്? ഒപ്പനയുണ്ട്, ഗ്രൂപ്പ് സോങ് ഉണ്ട്, ഒപ്പന ഉണ്ട്, ഗ്രൂപ്പ് സോങ് ഉണ്ട്. അതാണ് ഇപ്പൊ ഉള്ളത്. സിംഗിളായിട്ട് ഒക്കെ ഉണ്ട്. ഒപ്പന എങ്ങനെയാ നിന്നെ ആലോചിക്കുവാണേ? തീരുമാനത്തിലാണ്. എങ്ങനെ നടക്കുന്നൊന്നും അറിയില്ല, എന്നാലും ഒരു ശ്രമം. 2 ഒപ്പന ടീം ഉണ്ട് ഇപ്പോ. പിന്നെ ഗ്രൂപ്പ് സോങ്ങിന് തന്നെ 2 ടീമുണ്ട്, പിന്നെ ഇൻഡിവിജ്വലി ചെയ്യുന്നവരുണ്ട്. എല്ലാം ഓൺലൈനായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, പണിപ്പുരയിലാണ്. മാമിനെയും കൂടി ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു പ്രോഗ്രാമിലേക്ക്. ആതിരമ്മ പറഞ്ഞിട്ടാണ് ഞങ്ങളിത് ഇറങ്ങിയത്. ആതിരമ്മയാണ് ഒപ്പനൊക്കെ വേണം പറഞ്ഞ് നമുക്ക് പ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞ്. മാമിന്റെ പ്രസൻസും ഞങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാഹ്. തീർച്ചയായിട്ടും. ഇനി അറിയില്ല ആ സമയത്ത് വൈവ എങ്ങനെ ഉണ്ടോന്ന് അറിയില്ല. ഒന്നുകൂടെ പറഞ്ഞ ഡേറ്റ് ടൈം. നെക്സ്റ്റ് ഫ്രൈഡേ 11:30 to 12:30. നെക്സ്റ്റ് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ ഈ വരുന്ന ഫ്രൈഡേ, കമ്മിങ് ഫ്രൈഡേ. ഓക്കെ. കാരണം ഞാൻ ക്ലാസ് ഇല്ലാത്ത ടൈം മുഴുവനും വൈവയുടെ സ്ലോട്ടാ, അതുകൊണ്ടാ ചോദിച്ചത്. ഓക്കെ ഫൈൻ. എനിവേ എൻജോയ്. പറ്റിയ ജോയിൻ ആവാം. ഓക്കെ ഓക്കെ മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am.